നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശബരിമല കുട്ടിച്ചോറാക്കാനുള്ള ശ്രമം മുതൽ സ്വകാര്യ സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയതിന് അന്വേഷണം വരെ പ്രഖ്യാപിച്ചതാണ് കമ്മ്യൂണിസ്റ്റുകാർ. അമ്പലങ്ങളിൽ പോയതിനും ശബരിമല പോകാൻ മാലയിട്ടതിനും ബ്രാഞ്ച് സെക്രട്ടറിമാരെ പുറത്താക്കിയ പാർട്ടി ഇപ്പോൾ അണികളോട് പറയുന്നത് അമ്പലത്തിൽ പോകൂ എന്ന്. കൂടെ ഒരു വിശദീകരണം. പാർട്ടി അംഗമായതുകൊണ്ട് വിശ്വാസം മാറ്റിവെക്കണമെന്നില്ല, സ്വയം തീരുമാനിക്കാം. പാർട്ടി അംഗങ്ങളിൽ വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ട്. പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നവരെല്ലാം മാർക്സിസ്റ്റായി കരുതേണ്ട. ഒരാൾ മാർക്സിസ്റ്റ് ആകാൻ കുറേ സമയമെടുക്കും. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഭക്തി കൊണ്ടൊന്നുമല്ല, അല്പം പേടി കിട്ടിയതാ. തൃശ്ശൂരിൽ ലോക്സഭാ സീറ്റിൽ ഒരു സുരേഷ് ഗോപി ജയിച്ചു. ഇനി മറ്റൊരു സുരേഷ് ഗോപി ജയിക്കരുത്. അതിന് തടയിടാൻ എത്രയും വേഗം കേരളത്തിലെ ക്ഷേത്ര സമിതികളിൽ കയറിപ്പറ്റാൻ സഹാക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് CPM. ക്ഷേത്രത്തിൽ വിശ്വാസമില്ലെങ്കിലും ക്ഷേത്രത്തിലെ ഭരണം തിരിക്കേണ്ടത് സഖാക്കളുടെ കടമയാണെന്നും എങ്കിലേ ഇതുപോലുള്ള സുരേഷ് ഗോപിമാർ ഭാവിയിൽ ജയിച്ചു വരുന്നത് തടയാനാകൂ എന്നാണ് മേലെ തട്ടിൽ നിന്നുള്ള നിർദ്ദേശം. അതുകൊണ്ട് സഖാക്കൾ എത്രയും വേഗം പ്രാദേശിക ക്ഷേത്രങ്ങളിലെ ഭരണസമിതിയിലേക്ക് നുഴഞ്ഞു കയറണം. അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന CPM നേതൃയോഗത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. 3 ഗൂഢപദ്ധതികളാണ് സഖാക്കൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിശ്വാസമില്ലെങ്കിലും കഴിയുന്നതും ദിവസേന എന്നോണം ക്ഷേത്ര ദർശനം നടത്തുക, ഹൃദയത്തിൽ ഭക്തിയില്ലെങ്കിലും ക്ഷേത്രാചാരങ്ങളിൽ പങ്കുകൊള്ളുക, മെല്ലെ അവിടുത്തെ ഭരണസമിതികളിൽ നുഴഞ്ഞു കയറുക. 2013 പാലക്കാട് പ്ലീനത്തിൽ പാസാക്കിയ ചില അടവ് തന്ത്രങ്ങൾക്ക് ഘടകവിരുദ്ധമായ തീരുമാനങ്ങളാണ് CPM-ന് കൈക്കൊള്ളേണ്ടി വരിക. അന്ന് സഖാക്കളെ അമ്പലങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്നും വിലക്കുകയായിരുന്നു നാസ്തിക സ്വഭാവമുള്ള പാർട്ടി. ക്ഷേത്രാചാരങ്ങളിൽ സംബന്ധിക്കുന്നതും ക്ഷേത്ര കമ്മിറ്റികളിൽ അംഗമാകുന്നതും വിലക്കിയിരുന്നു. പുതിയ വീട് വെച്ച് പാലുകാച്ചൽ ചടങ്ങ് നടത്തുമ്പോൾ ഗണപതി ഹോമം പാടില്ലെന്ന് വരെ പാർട്ടി അന്ന് സഖാക്കളെ വിലക്കിയിരുന്നതാണ്. ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയ പ്രീണനം നടത്തുമ്പോൾ തന്നെ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പാർട്ടി അണികളോടുള്ള ആഹ്വാനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അവലോകനത്തിലും വോട്ടിംഗ് പാറ്റേൺ വിശകലനം ചെയ്യുമ്പോഴും വിശ്വാസത്തിന്റെ കാര്യത്തിലുള്ള കർക്കശമായ നിലപാട് പാർട്ടിക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലൂടെ വിശ്വാസികളുടെ മേൽ സംഘപരിവാർ പിടിമുറുക്കിയെന്നാണ് CPM വിലയിരുത്തൽ. CPM ക്ഷേത്ര ഭരണ സമിതികളിൽ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത സംഘപരിവാർ പ്രവർത്തകരാണ്. വിശ്വാസം, ക്ഷേത്രാചാരങ്ങൾ, വിശ്വാസികൾ തുടങ്ങിയ വിഷയങ്ങളിൽ RSSന്റെ സ്വാധീനമാണ് സമൂഹത്തിൽ വലതുപക്ഷ ചായ്വുണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് വർഗീയവാദികളെ അകറ്റുക എന്ന ലക്ഷ്യത്തോടെ ഭക്തർക്കിടയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റതോടെ വോട്ട് മുഖ്യം ബിഗിലെ എന്ന തീരുമാനത്തിൽ പാർട്ടി പോവുകയാണ് ക്ഷേത്രങ്ങളിലേക്ക്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.